എന്തുകൊണ്ടാണ് മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിനെ ബഹിഷ്കരിച്ചത്? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം കൊണ്ടാണോ? അല്ല, ഇതിനൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെ, ഇതൊരു തോൽവിയുടെ കഥയല്ല, ഇതൊരു ഡിസിഷനുകളുടെ കഥയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പിച്ചിൽ നിന്ന് തുടങ്ങുന്നതല്ല, അത് മാനേജ്മെന്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾ ഉണ്ടാകും, ആരാധകർക്ക് കണക്ട് ആകുന്ന പ്ലെയേഴ്സും ഉണ്ടാകും. പക്ഷേ അടുത്ത സീസൺ തുടങ്ങുമ്പോഴേക്കും ആ സെയിം പ്ലെയേഴ്സിനെ ലോണിൽ അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ഒറ്റ ഇൻസിഡന്റ് അല്ല, ഇത് റിപ്പീറ്റ് ആവുന്ന ഒരു സൈക്കിളാണ്. ഫാൻസിന് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇതാണ്: പെർഫോം ചെയ്യുന്നവരെ എന്തിനാണ് മാറ്റുന്നത്? സ്റ്റാബിലിറ്റി ബിൽഡ് ചെയ്യേണ്ട സമയത്ത് കോർ പ്ലെയേഴ്സ് തന്നെ മാറ്റുമ്പോൾ ടീം വീണ്ടും സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ടി വരുന്നു. ഇത് പ്ലെയേഴ്സിനെ മാത്രം ബാധിക്കുന്നില്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവനായും ബാധിക്കുന്നുണ്ട്. ഒരു പ്ലെയർ നല്ല സീസൺ കഴിഞ്ഞിട്ടും അടുത്ത വർഷം തന്റെ ഫ്യൂച്ചർ ഉറപ്പില്ലെന്ന് തോന്നുമ്പോൾ അവൻ റിസ്ക് എടുക്കാൻ എസ്റ്റിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പുതുതായി വരുന്ന പ്ലെയേഴ്സിനെ ക്ലബിൽ സെറ്റിൽ ആകാൻ ടൈം വേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പേ ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ ഒരു കൺസിസ്റ്റന്റ് കോർ ഡെവലപ്പ് ആവാത്തത്. ഫുട്ബോളിൽ വിജയിക്കുന്ന ടീമുകളെല്ലാം സ്പിൻ ഉണ്ടാകും, 2-3 സീസൺ ഒരുമിച്ച് കളിക്കുന്ന ഗ്രൂപ്പ്. പക്ഷെ ഇവിടെ ഓരോ സീസണും റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് പോലെയാണ് സിറ്റുവേഷൻ. ഓരോ സീസണിലും പുതിയ കേരള ബ്ലാസ്റ്റേഴ്സും പുതിയ സ്കോഡും. ഇതിന്റെ ഇമ്പാക്ട് ഫാൻസിലാണ് ഏറ്റവും ശക്തമായി കാണുന്നത്. കാരണം അവർ പ്ലെയേഴ്സിനെ ജസ്റ്റ് നെയിംസ് ആയി കാണുന്നില്ല, അവർക്ക് അത് ഇമോഷൻസ് ആണ്. ഒരു പ്ലെയറിനോട് കണക്ട് ആയി തുടങ്ങുമ്പോൾ അടുത്ത സീസണിൽ തന്നെ അവനെ ലോണിൽ അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മഞ്ഞപ്പട റിയാക്ഷൻ ഇത്ര സ്ട്രോങ് ആയതും. അവർ പറയുന്നതാകട്ടെ വളരെ സിമ്പിൾ ആണ്: ക്ലബ്ബ് ഒരു ക്ലിയർ പ്ലാൻ ഫോളോ ചെയ്യുന്നില്ല, ഇന്നൊരു ഡയറക്ഷൻ, നാളെ മറ്റൊന്ന്. ഇതാണ് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തത്. ഈ പ്രവൃത്തി കോച്ചിലൂടെയും നമുക്ക് കാണാറുണ്ട്. ഇവാൻ വുക്കോമനോവിച്ച് ഉണ്ടായിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്ന ചേഞ്ചസ്, പ്ലെയേഴ്സ് ഔട്ട്, പ്ലെയേഴ്സ് ലോൺ, ന്യൂ സൈനിങ് എല്ലാം റാൻഡമായി തോന്നാൻ തുടങ്ങി. ഇതാണ് ഫാൻസിന് ബിഗ്ഗസ്റ്റ് ഫ്രസ്ട്രേഷൻ ഉണ്ടായത്. അവർക്ക് റിസൾട്ട് മാത്രം വേണ്ട, അവർക്ക് കോണ്ടിന്യൂറ്റി വേണം, ഒരു ലോങ് ടേം വിഷൻ വേണം. സത്യം ഇതാണ്: ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തോൽക്കുന്നത് ഓപ്പോസിഷൻ ടീമിനോടല്ല, അവർ തോൽക്കുന്നത് അവരുടെ സ്വന്തം ഡിസിഷൻസിനോടാണ്. നല്ല പ്ലെയേഴ്സ് ഉണ്ടായിട്ടും ആരാധകർ ഇഷ്ടപ്പെട്ട സ്കോഡ് ഉണ്ടായിട്ടും അതിനെ ബിൽഡ് ചെയ്യാൻ കഴിയാത്തത് തന്നെയാണ് റിയൽ പ്രോബ്ലം. അതുകൊണ്ടാണ് ബോയ്ക്കോട്ട് ഒരു റിയാക്ഷൻ അല്ല, ഒരു മെസ്സേജ് ആണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് എന്താണ് ചെയ്തു തന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഇതാണ് മഞ്ഞപ്പട അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയ വചനം. ഇനി ക്ലബിന്റെ അടുത്ത മൂവ് അതാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്റ്റോറി എങ്ങോട്ട് പോകുമെന്ന്. എന്തായാലും കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കുമെന്നത്.